Page number 175. Using decimals, money. Money il nammal enganeya decimals use cheyunne. Page number 175. നമുക്കറിയാം അല്ലേ 1 rupee എന്ന് പറഞ്ഞാൽ 100 പൈസയാണ്. 1 rupee is equal to 100 പൈസ. അങ്ങനെയാണെങ്കിൽ 1 പൈസ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 rupee എന്ന് പറഞ്ഞാൽ 100 പൈസ. അങ്ങനെയാണെങ്കിൽ 1 പൈസ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എത്രയായിരിക്കും? One rupee is equal to is equal to 100 പൈസ. ഒരു രൂപ എന്ന് പറഞ്ഞാൽ 100 പൈസയാണ്. അങ്ങനെയെങ്കിൽ 1 പൈസ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 പൈസ എന്ന് പറഞ്ഞാൽ 1 by 100 rupee ആയിരിക്കും. 1 by 100 rupee. 1 by 100 എന്ന് പറഞ്ഞാൽ എത്രയാ? ഡെസിമൽ ആയിട്ട് എഴുതുന്ന സമയത്ത് it is equal to 0.01 rupee. That is 1 paise is equal to 0.01 rupee. Okay, അങ്ങനെയാണെങ്കിൽ 2 പൈസ എത്രയായിരിക്കും? 2 പൈസ എത്രയായിരിക്കും? 0.2. 0.2 rupee. 0.1 paise is equal to 0.01. 2 paise is equal to 0.02. 0.02 rupee. 10 paise എത്രയായിരിക്കും? 10 paise 0.10. 10 paise is equal to 0.1. 0. എത്രയായിരിക്കും? 1. 0.2 paise. 1 paise 0.01. 2 paise 0.02. But 10 paise എത്രയായിരിക്കും? 0.2. 10. 0.10 തന്നെ. 0.10. Page number 175. 0.10 rupees. ഇനി 56 പൈസ ആണെങ്കിലോ? 56 പൈസ ആണെങ്കിൽ എത്രയായിരിക്കും? 0. എത്രയാ? 56 paise is equal to 0.56 rupee. അതൊക്കെ പോട്ടെ. ഇനി 101 പൈസ ആണെങ്കിലോ? 101 പൈസ എത്ര വരും? 101 പൈസ എന്ന് പറയുമ്പോൾ it is equal to 100 paise plus 1 paise. അല്ലേ? 100 paise plus 1 പൈസയാണ് 101 paise. 100 paise എന്ന് പറഞ്ഞാൽ എത്രയാ? 100 paise 1 rupee.
1 rupee plus 1 paisa എന്ന് പറഞ്ഞാൽ 0.01 rupee. That is equal to 1 rupees plus 0.01 rupees is equal to 1.01 rupees. 101 paisa is equal to 1.01 rupees. അല്ലേ? അല്ലേ? ഇനി 225 paisa എന്ന് പറഞ്ഞാലോ? 225 paisa is equal to 2.25 rupee. 2.25 rupees. Correct ആണ്, 2.25 rupees. അതെങ്ങനെ വന്നേ? 225 paisa എന്ന് പറയുമ്പോൾ 200 paisa plus 25 paisa. 200 paisa എന്ന് പറഞ്ഞാൽ 2 rupees. 25 paisa എന്ന് പറയുമ്പോൾ 0.25 rupees. 2 rupees plus 0.25 rupees is equal to 2.25 rupees. ഇനി 4,525 paisa ആണെങ്കിലോ? 4,525 paisa ആണെങ്കിലോ? എത്രയായിരിക്കും? എത്രയായിരിക്കും? ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. 1.0 sorry 101 paisa is equal to 1.01. 225 paisa is equal to 2.25. അങ്ങനെയാണെങ്കിൽ 4,525 paisa is equal to 45.25 rupees. 45.25 paisa. Sorry, rupees. എളുപ്പ വഴി പറഞ്ഞുതരാം. ഇതിന് പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നുമില്ല. നമുക്ക് എത്ര വലിയ നമ്പർ പൈസ ആയിട്ട് തന്നാലും ഇപ്പോ ഇത്രയും പൈസ എത്ര റുപ്പീസ് ആണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? 4, 5, 8, 7, 5. റൈറ്റ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് കൊടുത്താൽ മതി. അതന്നെ പറഞ്ഞേ, അത്രേ ചെയ്യാനുള്ളൂ. അത്രയും റുപ്പീസ് ആയിരിക്കും. പൈസ തന്നിട്ട് റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ പൈസ തന്നിട്ട് ഡെസിമലിൽ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? റൈറ്റ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ഇടാം. അത്രയും റുപ്പീസ് ആയിരിക്കും. എളുപ്പ വഴിയാണ് പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി ഇത് എഴുതിയെടുക്കണോ? വേണ്ടല്ലോ, ടെക്സ്റ്റിൽ അതേപോലെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എഴുതിയെടുക്കണല്ലോ. വേണ്ട, ജസ്റ്റ് നോക്കിയാൽ തന്നെ അതിലൊരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾ നോക്കിയാൽ തന്നെ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു മെത്തേഡ് മാത്രം നോക്കിയാൽ മതി. നെക്സ്റ്റ് ലെങ്ത്. ലെങ്ത് കുറച്ച് പഠിക്കാനുണ്ട്, ശ്രദ്ധിക്കണം. 10 millimeter is equal to 1 meter. 100 centimeter is equal to 1 meter. ഇതിന്റെ ഒക്കെ കൺവേർഷൻ പഠിക്കണം. ഓക്കെ, then 1000 meter is equal to 1 kilometer. അന്ന് ജസ്റ്റ് നിങ്ങൾ ലെങ്ത് എഴുതിയിട്ട് നോട്ടിൽ എഴുതി വെച്ചോ. മണീൻ്റെ വലിയ പ്രശ്നമില്ല. മണിക്ക് ഒറ്റൊരു മെഷർമെന്റ് മാത്രം, പൈസയും റുപ്പീസും മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ ലെങ്ത്തിന്റെ കേസിൽ കുറച്ചധികം വരുന്നുണ്ട്. സോ ഇതുപോലെ നിങ്ങൾ എന്റെ കൂടെ തന്നെ ഒന്ന് എഴുതി വെച്ചോ. 10 millimeter is equal to
1 centimeter. 10 millimeter is equal to 1 centimeter. Okay. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ മാറ്റാം? 1 millimeter is equal to 1 millimeter is equal to 1 by 10 centimeter. 1 by 10 centimeter, that is equal to 0.1 centimeter. 1 millimeter is equal to 0.1 centimeter. ഇതൊരു ബോക്സിലാക്കി എഴുതി വെക്കാം. 10 millimeter is equal to 1 centimeter. Therefore, 1 millimeter is equal to 1 by 10 centimeter. That is equal to 0.1 centimeter. The next one, 100 centimeter is equal to 1 meter. അല്ലെ 100 centimeter ആണ് 1 meter. അങ്ങനെയാണെങ്കിൽ 1 centimeter എത്ര ആയിരിക്കും? 1 centimeter is equal to 1 by 100 meter. 1 by 100 meter, that is equal to 0.01 meter. 1 centimeter is equal to 0.01 meter. Hundred centimeter is equal to 1 meter. Therefore, 1 centimeter is equal to 0.01 meter. The third one, 1000 meter is equal to 1 kilometer. 1000 meter is equal to 1 kilometer. Therefore, 1 meter is equal to 1 meter is equal to 1 by 1000 kilometer. That is equal to 0.001 kilometer. ഈ മൂന്ന് റിലേഷനും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഇതൊക്കെ 1 millimeter is equal to 0.1 centimeter. 1 millimeter is equal to 0.1 centimeter. 1 centimeter is equal to 0.01 meter. Then 1 meter is equal to 0.01 kilometer. ഇതേപോലെ തന്നെ എഴുതിയിട്ട് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതിയോ? ഈ റിലേഷൻ 1 millimeter is equal to 0.1 centimeter. 1 centimeter is equal to 0.01 meter. Then 1 meter is equal to 0.001 kilometer. ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന മെഷർമെന്റിനൊക്കെ ഡെസിമൽസിലേക്ക് കൺവേർട്ട് ചെയ്യാം. എക്സാമ്പിൾ 20 ഒന്ന് നോക്കിയേ. Example 20.
6 millimeter. 6 millimeter എന്ന് പറയുമ്പോൾ 6 by 10 centimeter. That's equal to 0.6 centimeter. Decimals എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ഒരു റിലേഷൻ വെച്ചിട്ട് വേണം എക്സ്പ്രസ് ചെയ്യാൻ. Okay, 6 millimeter is equal to 0.6 centimeter. രണ്ടാമത്തേത് 60 millimeter. 60 millimeter ആണെങ്കിൽ 60 by 10 centimeter, that is equal to 6.0 centimeter. 62 millimeter ആണെങ്കിലോ 62 by 10, that's equal to 6.2 centimeter. ഇനി 159 millimeter. 159 millimeterനെ നമുക്ക് എങ്ങനെ എഴുതാം? എളുപ്പ വഴി നോക്കിയാൽ മതി. ബൈ ഷോർട്ട് കട്ട് മെത്തേഡ് നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. 159 millimeter is equal to 159 by 10 centimeter, that is equal to 15.9 centimeter. 159 centimeter is equal to 159 millimeter is equal to 159 by 10 centimeter, that is equal to 15.9 centimeter. 15.9 centimeter. Next, 8 centimeter, 9 millimeter. 8 centimeter, 9 millimeter എന്ന് പറയുമ്പോൾ 8 centimeter നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. 9 millimeter മാത്രം സെന്റിമീറ്ററിലേക്ക് മാറ്റിയാൽ മതി. 9 millimeter സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 9 by 10 centimeter, that is equal to 8 centimeter plus 0.9 centimeter equal to 8.9 centimeter. നമുക്ക് എത്ര മില്ലിമീറ്റർ മെഷർമെന്റ് തന്നാലും അതിനെ ഡെസിമലിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ, സെന്റിമീറ്റർ ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ഒരു ഡെസിമൽ പോയിന്റ് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. ഇനി സെന്റിമീറ്റർ തന്നിട്ട് മീറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ, സെന്റിമീറ്റർ തന്നിട്ട് മീറ്ററിലേക്കാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെങ്കിൽ തന്നിരിക്കുന്നതിനെ എന്ത് ചെയ്താൽ മതി? രണ്ട് പ്ലേസ് കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ടാൽ മതി. തന്നിരിക്കുന്ന മെഷർമെന്റിന്റെ രണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ടാൽ മതി. ഇനി മീറ്റർ തന്നിട്ട് കിലോമീറ്ററിലേക്ക് ഡെസിമലാക്കി എക്സ്പ്രസ് ചെയ്യാനാണ് തന്നിരിക്കുന്നതെങ്കിൽ 3 പ്ലേസ് കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ടാൽ മതി. ആ സീറോന്റെ കണക്ക് നോക്കിയാൽ പോരെ? സീറോന്റെ കണക്ക് നോക്കിയാൽ മതി. ഓക്കെ, എക്സസൈസ് 8D ഒന്ന് എടുത്തേ. എക്സസൈസ് 8D. അതിലെ രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ. അതിലെല്ലാം മൂന്നിൽ നിന്നും ഒരു 3 എണ്ണം വീതം ചെയ്തേ. ആദ്യത്തെ 3 എണ്ണം. ആദ്യത്തേത് സെന്റിമീറ്ററിൽ മില്ലിമീറ്റർ തന്നത് സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്രസ് ദ ഫോളോയിങ് മീറ്റേഴ്സ് യൂസിങ് ഡെസിമൽ. സെന്റിമീറ്ററിൽ തന്നിരിക്കുന്നത് മീറ്ററിലേക്ക് മാറ്റാൻ. നാലാമത്തത് മീറ്ററിൽ തന്നിരിക്കുന്നത് കിലോമീറ്ററിലേക്ക് മാറ്റാൻ. ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയേ, കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ നോക്കിക്കോ. 7 millimeter. ആൻസർ ടൈപ്പ് ചെയ്താൽ ശരിയാണോ നോക്കിയാൽ മതിയേ. 7 millimeter is equal to 0.7 centimeter. Then 52 millimeter is equal to 5.2 centimeter. Then 185 millimeter is equal to 18.5 centimeter.
അടുത്തത് മൂന്നെണ്ണല്ലേ ചെയ്യാൻ പറഞ്ഞേ. 7 centimeter is equal to 0.07 millimeter. Then 25 centimeter is equal to 0.25 meter. Then 2 meter, 2 centimeter is equal to 2.02 meter. meter. Then 7 meter is equal to 0.007 kilometer. 77 meter is equal to 0.077 kilometer. 777 meter is equal to 0.777 kilometer. Okay. എല്ലാം ശരിയാണോ? തെറ്റിയവരെ മാറ്റി എഴുതിക്കോ. അതായത് സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുന്ന സമയത്ത് എന്ത് വേണം? മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഡെസിമൽ പോയിന്റ് ഒരു ഡിജിറ്റ് മാത്രമേ പാടുള്ളൂ. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഡെസിമൽ പാർട്ടിൽ 2 ഡിജിറ്റ് വേണം. മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഡെസിമൽ പാർട്ടിൽ 3 ഡിജിറ്റ് വേണം. അത് മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ. ഇനി അടുത്തത് രണ്ടും പെട്ടെന്ന് തീരുന്നതാണ്. മാസും കപ്പാസിറ്റി അത് ഒരേപോലെയാണ് വരുന്നത്. എങ്ങനെ? 1000 gram ആണ് 1 kilogram. 1000 milliliter ആണ് 1 liter. അപ്പൊ അതിന്റെ ഡെസിമൽ പാർട്ടിലേക്ക് ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടിലും എന്ത് ചെയ്താൽ മതി? ഡെസിമൽ പാർട്ടിൽ 3 ഡിജിറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതായത് 1000 gram ആണ്. 1000 gram is equal to 1 kilogram. അപ്പോ 1 gram is equal to 1/1000 kilogram. That is equal to 0.001 kilogram. 1 gram is equal to 0.001 kilogram. അതേപോലെ തന്നെ കപ്പാസിറ്റി വരുന്ന സമയത്ത് 1000 milliliter is equal to 1 liter. Then 1 milliliter is equal to 1/1000 liter. That is equal to 0.001 liter. അതായത് ഇത് രണ്ടും നമ്മള് ഡെസിമൽ പാർട്ടാക്കി ഡെസിമൽ പോയിന്റിലേക്ക് എഴുതുന്ന ഡെസിമൽ ഫോമിലേക്ക് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? ഡെസിമൽ പാർട്ടിൽ 3 ഡിജിറ്റ് വരുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ. അതിന്റെ 2 പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കി. 5ാമത്തെയും 6ാമത്തെയും ക്വസ്റ്റ്യൻ എക്സസൈസ് 8B. 5ാമത്തതും 6ാമത്തതും അതിൽ ആദ്യത്തെ 3 വീതം ഒന്ന് ചെയ്ത് നോക്കി. എക്സസൈസ് 8D 5ാമത്തതിൽ ആദ്യത്തെ 3, 6ാമത്തതിൽ ആദ്യത്തെ 3. ഒരു കാര്യം ചെയ്യാം, ജസ്റ്റ് നിങ്ങളിപ്പം ഞാൻ ക്ലാസ് കട്ട് ചെയ്യാണേ, എന്നിട്ട് നിങ്ങളൊന്ന് ജോയിൻ ചെയ്യണം കേട്ടോ.
അത് ചെയ്തോ?